ശ്രീ ബി റജി, അങ്ങനെ കെ.സി. വേണുഗോപാൽ പറഞ്ഞതിനെ പോലും റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക് ഈ നടപടി മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയമാണ് അപ്പോഴും ബാക്കി നിൽക്കുന്നത്. ശ്രീ എ സജീവൻ അതാണ് വിശദീകരിക്കുന്നത്. ബി റജി, നോക്കൂ, എല്ലാ പാർട്ടിക്കും അതിൻ്റെതായ ആഭ്യന്തര സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുണ്ടായിരുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി അവർ സംസാരിച്ചിട്ടുള്ളത്. ആലപ്പുഴയായാലും തിരുവനന്തപുരം ജില്ലയിലായാലും ഇടുക്കിയിലായാലും അതുപോലെ നോക്കൂ, മംഗലപുരത്തുള്ള അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പാർട്ടി സമ്മേളനം കഴിഞ്ഞിട്ട് നേരെ BJPയുടെ ഓഫീസിലേക്കാണ് ചെന്ന് കയറിയത്. അതൊക്കെ അത്തരത്തിൽ ഉള്ള ഉൾപാർട്ടി ജനാധിപത്യങ്ങളുടെ ചർച്ചയുടെ ഭാഗമായിട്ട് പല പാർട്ടികളിലും നടക്കും. അവരത് നടപടി സ്വീകരിക്കും. അതൊക്കെ പാർട്ടിയുടെ താങ്കൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ്. അത് തന്നെയാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പ്രവർത്തകർ കൂടുതൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത പറയുന്നു. അത്രയും വരെ ഓക്കെയാണ്. അതിന് പിന്നാലുള്ള നടപടി അപ്പോൾ എന്തിനായിരുന്നു? അവിടെയാണ് സംശയം. അത് രണ്ടും കൂടി ചേർന്ന് പോകുന്നില്ല. ശ്രീ ബി റജി, നോക്കൂ, നടപടി അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചു. KPCC രാജി സ്വീകരിച്ചു. ഇതിനു മുൻപും അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് എന്തായിരുന്നു സ്വീകരിക്കാതിരുന്നത്? നോക്കൂ, രാഷ്ട്രീയ കാലാവസ്ഥ അതാത് സമയത്തെ അവസ്ഥകളെ അനുസരിച്ചാണ് KPCC നേതൃത്വം വിലയിരുത്തുന്നത്. അത് ആ ഒരു ചോദ്യം KPCC നേതൃത്വം ആണ് അതിന് മറുപടി നൽകേണ്ടത്. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഇവിടെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞു, BJPയെയും CPMനെയും ബഹുമാന്യനായ രാഹുൽ ഗാന്ധി താരതമ്യം ചെയ്തു എന്ന് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വക്രീകരിക്കരുത്. അദ്ദേഹം പറയുന്നത് മനുഷ്യനോടുള്ള സമീപനത്തിൽ, ഒരു മനുഷ്യജീവികളോടുള്ള സഹതാപം കാട്ടുന്നതിൽ, അവരുടെ വൈകാരികമായി അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ BJPയും CPMും ഒരേ നിലപാടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം 150-160 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹം ഇരിക്കുന്ന ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കുവാൻ പാർട്ടി സന്നദ്ധമാകുന്നില്ല എന്ന സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതേസമയം കോൺഗ്രസ് ഓരോ വ്യക്തികളുടെയും അവരുടെ ഇംഗിതമനുസരിച്ച് അല്ലെങ്കിൽ അവരെ ഓരോരുത്തരെയും സിംഗിളായിട്ട് എടുത്തുകൊണ്ട് അവരുടെ പ്രശ്ന പരിഹാരത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയിലെ 12 കോടി ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്താണ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇരിക്കുന്നത്. BJPക്കെതിരെ അതിശക്തമായ പോർമുഖം തുറക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള CPM വിചാരിച്ചാൽ ഇന്ത്യയിലെ BJPയുടെ വളർച്ചയെ തകർക്കാൻ പറ്റുമോ? ഇവിടെ 10 വർഷമായിട്ട് 9.5 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന CPM അല്ലേ ഇവിടെ BJPയുടെ വളർച്ചയ്ക്ക് ഒരു പരിധി വരെ BJPയുടെ വളർച്ചയെ തളർത്തിയായിരിക്കുമല്ലോ അവസാനം വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ടി വന്നത്. അത്തരം വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് അതിൽ പാലോട് രവി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശ്രീ അനിൽകുമാർ ഇവിടെ ആദ്യഘട്ടത്തിൽ ആവർത്തിച്ചത്. 60 മണ്ഡലങ്ങളിലാണ് BJPക്ക് കോൺഗ്രസിന്റെ വോട്ട് മറിച്ച കാര്യം അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണ്? പണം വാങ്ങി വോട്ട് മറിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റിൽ മറിച്ച മാതൃകയിൽ എന്നുള്ളതാണ് പറയുന്നത്. അത്രയും ഗുരുതരമായ ഒരു പ്രസ്താവനയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും നേതൃത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ ആകുമോ ശ്രീ ബി റജി? ഒരു മുതിർന്ന നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു DCC അധ്യക്ഷൻ പറയുകയാണ് 60 മണ്ഡലങ്ങളിൽ പണം വാങ്ങി വോട്ട് മറിച്ചിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അല്ല, 60 മണ്ഡലങ്ങളിൽ പണം വാങ്ങി വോട്ട് മറിക്കാനിരിക്കുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറിച്ചതുപോലെ. നോക്കൂ, കുറച്ച് വർഷങ്ങൾ മുന്നിലേക്ക് അസിത ദയവായിട്ടൊന്ന് പോകണം. അതായത് 2021 തെരഞ്ഞെടുപ്പിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ കേരളത്തിൽ വന്നൊരു പ്രസ്താവന നടത്തി. അത് കോൺഗ്രസ്സുകാരൊന്നും അല്ല നടത്തിയത്. 60 മണ്ഡലങ്ങളിൽ BJP കോൺഗ്രസ്സിന് CPMന് വോട്ട് മറിച്ചു നൽകുന്ന അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞത് ബാലശങ്കർ എന്ന BJP RSSകാരനായിരുന്നു. അല്ല, ബാലശങ്കർ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും കണക്കുകൾ താങ്കളുടെ മുന്നിലുണ്ടോ ശ്രീ ബി റജി? പക്ഷേ പാലോട് രവി പറഞ്ഞതിനെ സാധൂകരിക്കുന്ന കണക്കുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം എത്ര മണ്ഡലങ്ങളിൽ വേണം? ഇപ്പോൾ പറയാം, തൃശ്ശൂർ മാത്രം മതിയല്ലോ. തൃശ്ശൂരിനേക്കാൾ മികച്ചൊരു ഉദാഹരണം വേണോ? അവിടെ എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ടുകൾ? അങ്ങനെ CPMന്റെ വോട്ടുകൾ പോയ ഡേറ്റ വല്ലതുമുണ്ടോ? തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പൂരം കലക്കി ആ BJPക്ക് ഒരു MP സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിച്ചത് ആരാണ്? 5 അന്വേഷണമാണ്, 6 അന്വേഷണമാണ് ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്നതെന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. അതിനെ MR അജിത് കുമാറിൻ്റെ പൂരം കലക്കിയത് കൊണ്ടാണ് അവിടെ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിക്കുവാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് ആരാണ്? ഭരണത്തിനൊപ്പം നിൽക്കുന്ന LDFന്റെ ഭാഗമായ CPIയുടെ മന്ത്രിയാണെന്നുള്ള കാര്യം മറക്കുന്നതിനാണ്. വോട്ടുകളൊന്നും അവിടെ പോയിട്ടില്ലല്ലോ. അവിടെയല്ലേ പ്രശ്നം. നിങ്ങളിത് ഒരു വായിൽ കൂടി ഇത് പറയുകയും ചെയ്യും. നമ്മളതിന്റെ ഡേറ്റയിലേക്ക് പോകുമ്പോൾ CPMന് ഒരു വോട്ടും അവിടെ കുറഞ്ഞിട്ടുമില്ല. കോൺഗ്രസിന്റെ 10,000 കണക്കിന് വോട്ടുകൾ കുറയുകയും ചെയ്തിരിക്കുന്നു. അതെങ്ങനെ ശരിയാകും?
CPM ഭരിക്കുന്ന ഘട്ടത്തിൽ തൃശ്ശൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ പൂരം കലക്കിക്കൊണ്ട് ജനവികാരത്തെ മാറ്റിക്കൊണ്ട് BJPക്ക് വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി അതല്ലേ ലോജിക്കൽ ചോദ്യം. ഇപ്പോൾ താങ്കൾ പറയുന്ന തരത്തിലാണെങ്കിൽ അങ്ങനെ കോൺഗ്രസ് ഈ സാഹചര്യം ക്ഷമിക്കണം CPIM BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവിടെ വിജയിക്കണമെങ്കിൽ വോട്ട് കിട്ടണമല്ലോ. അപ്പോൾ CPIM ഒരുക്കിയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ വോട്ട് കുറയുന്നു. അപ്പോൾ CPIM നേതാക്കൾ പറയുന്നത് കാത്തു നിൽക്കുന്നത് കോൺഗ്രസ്സുകാരാണോ? അപ്പോൾ അവരത് കേട്ട് വോട്ട് മറിച്ചതായിരിക്കും അല്ലേ? അത് കോൺഗ്രസിന്റെ മാത്രം വോട്ടെന്ന് മാത്രമായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാൻ പറ്റില്ല. അവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയല്ലേ? അപ്പോൾ അതിനെ സാധൂകരിക്കുകയാണ് പാലോട് രവി അത് തന്നെ പറയുന്നു. അതേ മാതൃകയിൽ ഇനി 60 മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കും, പണം വാങ്ങിയെന്ന് പറയുന്നു. അസിത, അവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമായി ഒരുക്കി കൊടുത്തത് CPM അല്ലേ? അതിനെക്കുറിച്ച് പറയുന്നത് ആരാണ്? CPIയുടെ മന്ത്രിയല്ലേ? അവിടെ 2ാം സ്ഥാനത്ത് വരേണ്ടിയിരുന്ന സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത് CPM അല്ലേ? ഇവിടെ ഈ 60 മണ്ഡലത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന BJP അധികാരവും അതുപോലെ അവരുടെ ജനാധിപത്യ മാർഗങ്ങളെ അപഹസിച്ചുകൊണ്ട് അവരെ ഇൻസ്റ്റിറ്റ്യൂഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നു. 405 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെയാണ് അവർ പാർട്ടി മാറ്റിയത്. അപ്പോൾ അങ്ങനെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ഇലക്ട്രൽ ബോണ്ട് വഴി അവർക്കാണ് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത്. ഏതാണ്ട് 6000. അങ്ങനെ BJP അധികാരവും പണവും ഉപയോഗിച്ച് സ്വാധീനിച്ചാൽ പോകാൻ നിൽക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്ന് താങ്കൾ അടിവരയിടുകയാണോ? ഈ 10 വർഷത്തെ ഭരണത്തിൽ ഇവിടെ BJP വളരുവാൻ അനുകൂലമായ ഒരു അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം അത് തടസ്സപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇവിടെ CPMനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണത്തിനുണ്ടല്ലോ. കോൺഗ്രസ് ആണ് അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ശക്തമായി BJPയെ എതിരിടുന്നത് ആരാണ്? അങ്ങനെയാണെങ്കിൽ ശരി, നോക്കൂ. ഇപ്പോൾ താങ്കൾ കേരളത്തിലെ കണക്കുകൾ പറയുന്നു. ഒരു ലളിതമായ ചോദ്യം. മുൻപ് BJPക്ക് നിയമത്തിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് പൂട്ടിച്ചത് ആരാണ്? അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ടേ ഇല്ലാതിരുന്ന BJPക്ക് അക്കൗണ്ട് തുറക്കാനായത് എങ്ങനെയാണ്? അവിടെ കുറഞ്ഞത് ആരുടെ വോട്ടുകളാണ്? ആ കാര്യം മാത്രം പറയൂ. ആ ഉത്തരവാദിത്തത്തിലൂടെ ഞാൻ സാധൂകരിക്കാം ആരാണ് BJPക്കെതിരെ പ്രവർത്തിച്ചതെന്ന്. ഈ പൂരം കലക്കി വോട്ട് അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ BJP വിജയിക്കുവാൻ സഹായിച്ചതിൽ CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഒരു പങ്കും ഇല്ല എന്നാണോ പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുറയേണ്ടത് CPMന്റെ വോട്ടുകൾ അല്ലേന്നാണ് ശ്രീ B. റജി. കോൺഗ്രസ് BJPക്കെതിരെ പോരാടി, CPM അവരെ പൂരം കലക്കി സഹായിച്ചു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ലോജിക്ക് എന്താണ്? CPIMന്റെ വോട്ടുകൾ BJPയിലേക്ക് പോയി അവർ ജയിക്കണം. അങ്ങനെയാണോ ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് ഞാൻ ശരിവെക്കാം. ഒരു കാരണവശാലും, അതായത് ഒരു തരത്തിലും മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് BJPയുടെ വളർച്ചയ്ക്ക് ഒരു തരത്തിലും സഹായം ചെയ്യില്ല. അത് പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് അഖിലേന്ത്യാ തലത്തിൽ ഈ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന, അതായത് ആ സെക്കുലറിസവും മതേതരത്വവും ജനാധിപത്യവും പാർലമെന്ററി ജനാധിപത്യവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രത്യയശാസ്ത്രപരമായ മുന്നേറ്റമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് പരിശ്രമിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള വർഗീയ ശക്തികളുടെ വളർച്ചയ്ക്ക് ഇതെല്ലാം കൂടി എങ്ങനെ ശരിയാവും? അപ്പോൾ ഈ അഖിലേന്ത്യാ തലത്തിൽ റിസോർട്ടുകൾ ഒന്നാകെ BJPയിലേക്ക് പോയ ഇടങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കോൺഗ്രസ്സുകാരല്ലായിരുന്നു. നോക്കൂ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം തന്നെ നോക്കൂ. ഇന്ത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ഇപ്പം നിങ്ങളിപ്പം ഈ കേരളത്തിലെ കാര്യം ഒഴിച്ച് മറ്റ് ഇന്ത്യ മഹാരാജ്യത്തെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ കേരളത്തിൽ മാത്രം ഉള്ള ഈ CPM അതിന് സീറ്റ് എത്രയാണ്? 4 സീറ്റ് മാത്രമേ ലോകസഭയിലുള്ളൂ എന്ന് മനസ്സിലാക്കണം. 100 സീറ്റുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ് അതിന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകിയാണ്. അത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? BJPയുടെ വളർച്ചയ്ക്കെതിരെ അവരെ മുന്നേറ്റം തടയാൻ വേണ്ടിയുള്ള ശക്തമായ പ്രതിരോധ മാർഗങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ത്യയിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാലോട് രവിയെ പോലെ 80 വയസ്സിനോട് അടുത്ത മുതിർന്ന നേതാവ് പറയുകയാണ്, പണം വാങ്ങി വോട്ട് മറിക്കും, പാർലമെന്റിൽ മറിച്ചതുപോലെ. അതിനെ അവിശ്വസിക്കണോ ഈ നാട്? നോക്കൂ, അദ്ദേഹം സ്നേഹപൂർവ്വം അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകനോട് ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പ്രദേശത്ത് കോൺഗ്രസിനെ നിങ്ങൾ ഇല്ലാതാക്കും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ പറയാം. നമ്മുടെ മുഖം പുല്ലമ്പാറയിൽ വികൃതമാകും. ആ പ്രദേശത്ത് നോക്കൂ, അവിടുത്തെ മണ്ഡലം പ്രസിഡന്റും അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റും അല്ലെങ്കിൽ ബ്ലോക്ക് ഭാരവാഹികളും തമ്മിൽ ആ സംഭാഷണ മധ്യേ അവർ പറയുന്നുണ്ട്, അവർ തമ്മിൽ കീരിയും പാമ്പും പോലെയാണ്, തമ്മിൽ കണ്ടാൽ അവർ മുഖം തിരിച്ചു പോകും. അത്തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കണം. നിയമസഭാ മണ്ഡലങ്ങൾ അത് ജനറലായിട്ട് പറഞ്ഞത് BJPയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക, BJPയുടെ വളർച്ചയെ എല്ലാ രീതിയിലും അതിനെ പ്രതിരോധിക്കുക, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ള ആഹ്വാനമാണ് അദ്ദേഹം ഈ വ്യക്തിയോട് സംസാര മധ്യേ പറഞ്ഞിട്ടുള്ളത്.